മുസ്ലിമായിട്ടായിരിക്കും നേരം പുലരുന്നത്, പക്ഷേ വൈകിട്ടാവുമ്പോഴേക്ക് അവൻ കാഫറായി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വൈകിട്ട് മുസ്ലിം ആയിരിക്കും അവൻ, പക്ഷേ നേരം പുലരുമ്പോഴേക്ക് കാഫറായി പോയിട്ടുണ്ടാവും. അത്രമാത്രം അസ്ബാബ് റിദ്ദത്ത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും വ്യാപകമാവുന്ന ഒരു ഘട്ടം വരും എന്ന് പറഞ്ഞത് ധാരാളം കാരണങ്ങളുണ്ട് റിദ്ദത്തിന്റെ കാരണങ്ങൾ. അതിവിടെ എണ്ണി പറയുന്നൊന്നുമില്ല, ഇവിടെ സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുന്നുള്ളൂ. മിൻഹ, ഈ റിദ്ദത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് നഫീസ്സാനിഇ, സൃഷ്ടാവിനെ നിഷേധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ കാണുന്നതും കാണപ്പെടാത്തതുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ ചരാചരങ്ങളെ മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. എന്നാൽ ഇങ്ങനെ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് കുഫ്രിയത്തിനെ തെരഞ്ഞെടുക്കുന്ന ജിദ്ദത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടവ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടവ. ഔ റസൂലിഹി, അല്ലെങ്കിൽ മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുക. അതിന്റെ വിശദാംശങ്ങൾ തന്നെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതിന് വിപരീതം വരുമ്പോൾ റിദ്ദത്ത് വരും. ഇനി മറ്റൊന്ന് വജഹദു മുജ്മഇൻ അലൈഹി, മുസ്ലിം സമുദായത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളെ നിഷേധിക്കുക, ഇജ്മാഉള്ള കാര്യങ്ങൾ നിഷേധിക്കുക. ഇജ്മാ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരോടും പറഞ്ഞതെന്നല്ല, ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുജ്തഹിദുകളായ ഉലമാക്കൾ ഒരു കാര്യത്തിൽ ഏകോപിക്കുമ്പോഴാണ് ഇജ്മാഅ് എന്ന് പറയുന്നത്. അങ്ങനെ മുജ്തഹിദുകളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ നിഷേധിച്ചാൽ എല്ലായിടത്തും കാഫറാവില്ല. എന്തും കൂടി വേണം, മഅലൂമിൻ മിനദ്ദീനി ബിദ്ദറൂറ, ദീനിൽ നിന്നും സുവ്യക്തമായി അറിയപ്പെടാം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നോ സാധാരണക്കാരൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ സുവ്യക്തമായി അറിയപ്പെട്ടതും ഇമാമിയങ്ങൾക്കിടയിൽ ഇജ്മാഉള്ളതുമായ കാര്യത്തെ നിഷേധിക്കുക. ഉദാഹരണം, 5 വക്ത് നിസ്കാരത്തെ നിഷേധിക്കുക. എനിക്ക് സാമ്പിൾ പറയുന്നുണ്ട്. ആ നിഷേധിക്കൽ തന്നെ എങ്ങനെ ബിലാ തഅ്വീലിൻ, വ്യാഖ്യാനമൊന്നുമില്ലാതെ പച്ചയായി നിഷേധിക്കുക. അപ്പോൾ ചില നിഷേധങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ അവാന്തര വിഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അവരെ കാഫറാണെന്ന് നമ്മൾ ഫത്വ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ തഅ്വീല് ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതുകൊണ്ടാണ്. ന്യായീകരണമില്ലാതെ നമ്മളെ കാണാതായ മൗലവിയൊക്കെ പറഞ്ഞേക്ക് 3 നേരത്തെ നിസ്കാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കാഫിറാവും, മുർത്തദാവും. കാരണം എന്താ, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽ നിന്ന് സുവ്യക്തമായി അറിയപ്പെട്ടതുമായ കാര്യമാണ്. അത് വ്യാഖ്യാനമില്ലാതെ നിഷേധിച്ചാൽ കാഫിറാവും. ഉദാഹരണം പറയാം, ഏതാണ്ട് സാമ്പിളുകൾ. വുജൂബി മക്തൂബത്തി, 5 വക്ത് നിസ്കാരം വുജൂബാണ് എന്നതിനെ ഒരാൾ നിഷേധിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന് 5 നേരത്തെ നിസ്കാരം വുജൂബാണ് എന്ന് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽ നിന്ന് സുവ്യക്തമായി അറിയപ്പെട്ടതുമായ കാര്യമാണ്. അപ്പൊ അത് നിഷേധിച്ചവൻ കാഫിറാവും. വസ്സിയാമി, നോമ്പ് നിർബന്ധമാണ് എന്നതിനെ നിഷേധിക്കുക. അവർക്ക് എത്തിയാ പോരാ, വ്യാഖ്യാനമില്ലാതെ നിഷേധിക്കണം. എന്താ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അന്തം കമ്മികള് എവിടെ എത്തിയത്, നോമ്പ് നോമ്പ് എന്നൊക്കെ പറയുന്നത് എവിടെ മുതലാ, സൂര്യ ഉദിച്ചത് മുതൽ സൂര്യ അസ്തമിക്കുന്നത് വരെയാണ് എന്നാ. അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പ് ഇല്ലാതായവർക്ക്. പക്ഷെ അതുകൊണ്ട് കാഫറാണെന്ന് വിളിക്കാൻ പറ്റൂല. കാരണം എന്താണ്, അതൊക്കെ ഒരു ജാതി ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്. സംഗതി അത് തെറ്റാണെങ്കിൽ പോലും കാഫറാണെന്ന് വിളിക്കാൻ പറ്റൂല അർത്ഥം. കാരണം അതിലെന്താണ്ട് ന്യായീകരണമുണ്ട്. അതേ സമയത്ത് റമളാനിൽ നോമ്പ്, പണ്ട് മറ്റേ ചങ്ങായി പറഞ്ഞേക്കണ കാണാതായ ചങ്ങായിക്ക് അങ്ങനത്തെ പല വാദങ്ങളുണ്ട്. ഇനി അറബികള് ഈ ആട്ടുമാംസവും ഈത്തപ്പഴവും ഭക്ഷിച്ച് കൊഴുത്ത് തടിച്ച് മതം കുത്തി നടക്കുകയായിരുന്നു. അവരൊന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർബന്ധാക്കിയതാണ്. നമ്മളെ ഈ പച്ചരിയും കപ്പയും ഭക്ഷിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട നമുക്കൊന്നും നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കാഫറാവും. അതുപോലെ തന്നെ തഹ്ലീലിൽ ബൈഇ, വ്യാപാരം അല്ലാഹു തആല ഹലാലാക്കിയ കാര്യമാണ്, അത് ശരിയല്ല, വ്യാപാരം ഹലാലല്ല എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് കുഫ്രിയത്ത് വരും. വന്നിക്കാഹി, വൈവാഹിക ബന്ധം, വിവാഹം ഹലാലാണ് എന്നതിന് നിഷേധിക്കുക. ഇതൊക്കെ ദീനിൽ നിന്നിട്ട് അനിഷേധ്യമായി അറിയപ്പെട്ടതും ഇജ്മാഉള്ളതുമായ കാര്യങ്ങളാണ്. അതുപോലെ
അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞ തഹരീമു സിന, വ്യഭിചാരം ഹറാമാണ് എന്നതിനെ നിഷേധിക്കുക. ഇപ്പത്തെ പരിഷ്കാരവാദികളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് വ്യഭിചാരം എന്നത് ഒരു വലിയ വൻകുറ്റമാണെന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അത് ഹറാമാണെന്ന് മാത്രമല്ല, ഹറാമാണെന്ന കാര്യം സുവ്യക്തമായി സ്ഥിരപ്പെട്ടതുമാണ്. അതിനെ നിഷേധിച്ചാലും കാഫറാവും. എന്നതുപോലെ ഒരു ലിവാത്തി, പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ച, അതും തന്നെ ഈ വ്യഭിചാരം പോലെ തന്നെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ടതുമായ കാര്യമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഹറാമൊന്നുമല്ല എന്ന് വിശ്വസിച്ചാലും കാഫറാവും. ചെയ്താ കുറ്റാണ്, വൽദോഷമാണ് എന്നതിന് പുറമെ അത് ഹറാമാണെന്ന് നിഷേധിക്കുമ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോവും. മാത്രമല്ല റവാത്തിബി, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ബിംബുമായി അനുഷ്ഠിക്കപ്പെടുന്ന റവാത്തിബ് സുന്നത്തുകൾ, അവ സുന്നത്താണെന്ന കാര്യത്തെ നിഷേധിച്ചാലും കാഫറാവും. കാരണം അങ്ങനെ സുന്നത്തസ്കാരം ഉണ്ട് എന്നത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽ നിന്ന് സുവ്യക്തമായി അറിയപ്പെട്ടതുമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് എന്നതും അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും സുവ്യക്തമായി അറിയപ്പെട്ടതുമാണ്. അതിനെ നിഷേധിച്ചാൽ കാഫറോ. ഇങ്ങനെ ഇജ്മാഅ് കൊണ്ട് ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, അതോടുകൂടി അത് പണ്ഡിതൻ എന്നോ സാധാരണക്കാരൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയുമാർ സുവ്യക്തമായി അറിയപ്പെട്ടതുമായ കാര്യങ്ങളെ നിഷേധിച്ചാൽ കാഫറാവും. അതൊക്കെ ഇപ്പൊ നിഷേധമുള്ളോർത്താ. ഇനി നിഷേധമില്ലാതോ മിൻഹ മുർത്തദാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് തറദ്ദുദുൻ ഫീ കുഫ്രിൻ, കാഫറാണോ വേണ്ടയോ എന്ന വിഷയത്തിൽ സംശയാലുവാകുക, ഇടയാട്ടമാകുക എന്ന തറദ്ദുദിന് അർത്ഥം പറയാം. അതായത് സംശയാലുവാകുക, വേണോ വേണ്ടേ. നേരത്തെ പറഞ്ഞോടത്തൊക്കെ ഉറപ്പാ. ഇനി അങ്ങനെയല്ല, ഒരാൾക്ക് എന്താപ്പോ, കാരണം പല ജാതി വിശ്വാസക്കാർ, പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഈ കുരിശുവൽക്കരണത്തിന്റെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വലിയ പ്രലോഭനങ്ങളുണ്ട്, സാമ്പത്തികമായും അല്ലാതെയുമുള്ള പല നിലക്കുള്ള പ്രലോഭനങ്ങളും. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അവന് തോന്നി, എന്താപ്പോ ഓരോ കൂട്ടത്തിലാണ് പോയിട്ട് ആ പറഞ്ഞതൊക്കെ വാങ്ങാം, പിന്നെ നമുക്ക് തിരിച്ചു വരും ചെയ്യാം എന്ന് സംശയിച്ചാൽ തന്നെ കഫറാവും. തറദ്ദുദായാൽ തന്നെ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകും. കാരണം അത് ഉറച്ച വിശ്വാസത്തിൽ ഒടിയുറച്ചിക്കണം. എന്തെങ്കിലും 10 കിട്ടുമ്പോക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്ന തോന്നുമ്പോക്ക് സംശയിക്കാനോ ഇട്ടെറിഞ്ഞു പോകാനോ പറ്റുന്നതല്ല വിശ്വാസം. അതുപോലെ തന്നെ തക്ഫീരി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫറാക്കുക. എങ്ങനെ കാഫറാക്കുക? ബിലാ തൈവീരിൻ, തൈവീൽ കുഫ്രിയത്ത് എന്ന വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിധത്തിൽ നന്ദി കെട്ടവൻ എന്നോ മറ്റൊക്കെ അർത്ഥം കൊടുത്തുകൊണ്ടാണെങ്കിലല്ല, നേർക്ക് കാഫിർ എന്ന അർത്ഥം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യനോ കാഫറാണ് എന്ന് പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യനെ പറ്റി. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ കാഫറായി പോവും. അതിപ്പോ വാക്കിന്റെ കൂട്ടത്തിൽപ്പെട്ടതാ. ഇനി മറ്റൊന്ന്, ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാം. നേരത്തെ പറഞ്ഞ 3-4 നിരക്ക് വരുന്നു. അത് സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ അർഹതപ്പെട്ടതാണെന്ന വിശ്വാസത്തോടു കൂടിയാവാം, അതല്ലെങ്കിൽ മാത്സര്യത്തോടു കൂടിയാവാം, അതല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയാവാം. അങ്ങനെ പടപ്പുകൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു, എന്നാ ഞാനൊന്നാണ് ചെയ്തോട്ടെ, എന്താ വരുന്നത് കാണാ എന്നുള്ള മാത്സര്യത്തോടു കൂടിയ കഫറാവും. അല്ലെങ്കിൽ കളിയാക്കി, എടാ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഓ ഇജ്ജൊരു വലിയ ഉപദേശി ഓടാ എന്ന് പറഞ്ഞാണ്ട് പരിഹാസപൂർവം സുജൂദ് ചെയ്തു, എന്നാലും കാഫറാവും. മാത്രമല്ല കാഫിറുകളുടെ വേഷം ധരിച്ചുകൊണ്ട് പോയാലും കാഫറാവും. ഇലാ മഅബിദിഹിം, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില വിവരമില്ലാത്ത ജാഹിലുകൾ ചെയ്യുന്ന കാര്യമാണ്, മകരമാസത്തിലും മറ്റും കറുപ്പെടുത്ത്
മാലയിട്ട് ശബരിമലക്ക് പോകുന്ന ചില മുസ്ലിം നാമധാരികൾ, അതുപോലെ തന്നെ പഴനിക്ക് പോകുന്ന ചില മുസ്ലിം നാമധാരികൾ അവരുടെ കാവ്യവേഷം ധരിച്ചുകൊണ്ട് മാലയിട്ട് പോകുന്നു, അല്ലെങ്കിൽ കറുപ്പുടുത്ത് മാലയിട്ട് മല ചവിട്ടാൻ പോകുന്നു. അത് കുഫ്രിയത്താണ്, കാഫറായി പോവും. ഇവരല്ലാതെ പോവുകയാണ് ചില ആളുകൾ. അതൊക്കെ ഇസ്ലാമിന്ന് പുറത്തുപോയി കാഫറാകാൻ കാരണമാകും. കുഫാരി കാഫിരികളുടെ വേഷം ധരിച്ചു കൊണ്ടുപോവുക എവിടേക്കില്ല മാബിദിയും, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക്. അത് പ്രവൃത്തി കൊണ്ട് കാഫറാവുന്നയിൽപ്പെട്ട തന്നെ. ഇൻകാരി ഇജാസിൽ ഖുർആൻ, ഖുർആൻ അമാനുഷികമാണ് എന്നല്ല, തത്തുല്യമായ ഒരു ഖുർആൻ സൃഷ്ടികൾക്കാർക്കും കൊണ്ടുവരാൻ കഴിയില്ല, അത്രമാത്രം അമാനുഷികമാണെന്ന കാര്യത്തെ നിഷേധിക്കുക. അതല്ലെങ്കിൽ ഔ ഹർഫിൻ മിൻഹു, ഖുർആനിൽപ്പെട്ട ഒരു ഹർഫിനെയെങ്കിലും നിഷേധിക്കുക. കാരണം ഖുർആൻ ആദ്യാവസാനം മുതവാത്തിറായിട്ട് മനഃപൂർവമോ അല്ലാതെയോ അബദ്ധത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ സാധ്യതയില്ലാത്ത അത്രയും വലിയ സംഘത്തിൽ നിന്നും അത്രയും വലിയ സംഘം മുഖേന പരമ്പരയായി കൈമാറി കിട്ടിയതാണ് ഖുർആൻ. അതിൽപ്പെട്ട ഒരു ഹറഫെങ്കിലും നിഷേധിച്ചാൽ അതുകൊണ്ട് കാഫറായി പോവും. അപ്പൊ നമ്മളെ നാട്ടിലുണ്ട് ചില, ഇപ്പോ ഇരുമ്പൂയ ഭാഗത്തിന്റെ ഒരു കാക്ക കുല്ലാഹു റബ്ബിൽ ഫൽഖും കുല്ലാഹു റബ്ബിൻ നാസും ഒന്നും ഖുർആനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നടക്കണേ. അങ്ങനെ പലതും ഖുർആനിൽ സ്ഥിരപ്പെട്ട ഫാത്തിഹ സൂറത്ത് തൊട്ട് തുടങ്ങി കുല്ലാഹു റബ്ബിൻ നാസ് വരെ സ്വഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ഉമ്മത്ത് ഖുർആനായി അംഗീകരിച്ച് ആദരിച്ച് കൊണ്ടുവരുന്ന ഖുർആനിൽപ്പെട്ട ഒരു സൂറത്ത് വേണ്ട, ഒരായത്ത് വേണ്ട, അതിൽപ്പെട്ട ഒരു ഹർഫ് നിഷേധിച്ചാൽ തന്നെ കാഫിറാവും. ഇനി ഇൽഖാഉ മാ ഫീഹി ഖുർആനുൻ, ഖുർആൻ എഴുതിയതായ വസ്തുവിനെ ഇടുക, ഔ ഇൽമിൻ ശർഈൻ, അല്ലെങ്കിൽ ശർഈയായ ദീനിയായ മതപരമായ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ ഇടുക, ഔ ഇസ്മിൻ മുഅല്ലമിൻ, അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെയോ അള്ളാഹുവിന്റെ അംബിയാ മുർസലുകളുടെയോ മലായിക്കത്തുകളുടെയോ ഒക്കെ ഉള്ള ആദരവാക്കപ്പെട്ട പുണ്യനാമങ്ങളെ വലിച്ചെറിയുക. എവിടെ? ഫീ മുസ്തഖ്ദിരിൻ, മാലിന്യങ്ങളിൽ. വലിയ ബേജാറാണിപ്പോ. പഴയ കാലത്തേക്കല്ല, പ്രത്യേകിച്ച് ഈ അറബി ലോകത്ത് എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഖുർആൻ ആയത്തുകളും അള്ളാഹുവിന്റെ അസ്മാവുകളും ശർഈയായ ഇൽമുകളും ഒക്കെ ധാരാളമായി ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ആൾക്കാർ പോലും ആ പേപ്പർ വിരിച്ച് അതിൽ ഭക്ഷണം കഴിക്കുകയും അവസാനം അത് ചുരുട്ടിയെടുത്ത് കുമ്മാമയിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു വലിയ വിപത്താണ് റബ്ബേ. അല്ലാഹു തആല മുസ്ലിം സമുദായത്തെ സലാമത്താക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഖുർആൻ എഴുതപ്പെട്ടതോ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അലായിക്കത്തിന്റെ തുടങ്ങിയ മുഅല്ലമായ ആദരിക്കപ്പെടേണ്ട നാമങ്ങൾ എഴുതപ്പെട്ടതോ ശർഈയായ വിജ്ഞാനങ്ങൾ എഴുതപ്പെട്ടതോ ആയ കടലാസുകൾ മാലിന്യങ്ങളിൽ കൊണ്ടുപോയി തള്ളൽ കാഫിറാവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണെന്നാ പറയുന്നത്. എന്തൊരബദ്ധമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് മാത്രല്ല, മലയാളത്തിൽ എഴുതതാണെങ്കിലും ദീനിയായ, ഇപ്പൊ ഉദാഹരണം നമ്മളെ റിസാല, അതുപോലെ തന്നെ സുന്നി വോയിസ് തുടങ്ങിയ, അതല്ലെങ്കിൽ ഇസ്ലാമികമായ ലേഖനങ്ങളും അതുപോലെ തന്നെ ഫത്വകളും മറ്റുമൊക്കെ എഴുതിയ കടലാസുകൾ അത് വിരിച്ചിരിക്കുക, നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് വിരിക്കുക, ഭക്ഷണത്തിന് സുപ്രയായി ഉപയോഗിക്കുക, എന്നിട്ട് അത് ചുരുട്ടിയെടുത്തുകൊണ്ട് മാലിന്യങ്ങളിൽ കുമാമയിൽ കൊണ്ടുപോയി തള്ളുക ഒക്കെ കാഫറാവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതൊന്നും നമുക്കറിയില്ല. ഒരുപാട് ആളുകളിൽ നിന്നിട്ട് വരുന്ന വലിയ അബദ്ധങ്ങളാണ്. അല്ലാഹു തആല സലാമത്താക്കട്ടെ. അതുപോലെ റമ്യു ഫത്വ ഫഖീഹിൻ, ഒരു പണ്ഡിതന്റെ മതവിധിയെ വലിച്ചെറിയുക. എങ്ങനെ? ഇസ്തിഗ്ഫാഫൻ ബിശ്ശർഈ, പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട്. പണ്ട് നമ്മളെ വഹാബികളെ കൂട്ടത്തിലുള്ള ജിന്ന് ഡോക്ടർ ഉണ്ടല്ലോ, ഈ ജിന്ന് ഡോക്ടർ പഠിച്ച വലിയ ദായേരി,
ആ കാലത്തുണ്ടായ ഒരു അനുഭവമുണ്ട്. ഇവിടെ ബലദിലെ ഒരു സെന്ററിൽ അയാൾ ആഴ്ചയിൽ ക്ലാസ് എടുക്കുമായിരുന്നു. അറബിയിൽ എഴുതിയ ഖുർആൻ ഷരീഫ് നോക്കി വായിക്കാൻ അന്നും ഇന്നും അയാൾക്കറിയില്ല. ഖുർആൻ എന്നല്ലേ ബാക്കി ഫത്തവും ഗസറും ഒന്നും സുക്കൂനും ഒക്കെ ഇട്ട ഖുർആന് മുസാഫ് ഇങ്ങനെ മറച്ച് നോക്കി വായിക്കാനുള്ള അറിവ് ആ ഡോക്ടർക്കില്ല. അയാൾ പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷ് പരിഭാഷയും ഇംഗ്ലീഷ് പുസ്തകങ്ങളും വായിച്ച് പഠിച്ച അറിവ് മാത്രമേ ആ സാധുവിനുള്ളൂ. അങ്ങനെ സംഭവമല്ല. ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫത്ഹുൽ മുഈൻ പരിഭാഷ, ഈ പരിഭാഷ എടുത്തിട്ട് ഇയാൾ ക്ലാസ്സിൽ പറയാം, ഇസ്ലാമിനെ അവഹേളിച്ച് മുസ്ലിം സമുദായത്തെ നിന്ദിക്കുന്ന നീചമായ പ്രസ്താവനകളിൽ എന്താ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഞ്ഞു വരാൻ പോകുന്ന വിഷയമാണ്. അതായത് ഒരു സ്ത്രീ ഒരു ഭർത്താവിനെതിരെ കേസ് കൊടുത്തു. എന്താണ് കേസ് കൊടുത്തത്? അദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഇല്ല എന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈംഗികാവയവം തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നോ കേസ് കൊടുത്താൽ കോടതി നിരുപാധികം അതിനനുസരിച്ച് വിധി പറയാൻ പാടില്ല. പക്ഷേ മറിച്ച് 2 സാക്ഷികൾ മുഖേന ഈ പുരുഷന്റെ ലൈംഗികാവയവം ഉദ്ധരിച്ച സമയത്ത് ഈ സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കാൻ സാധ്യമാണോ അല്ലേ എന്ന് 2 സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടണം. എങ്കിലേ വിവാഹബന്ധം വിച്ഛേദിക്കാൻ അത് കാരണമായി കോടതിക്ക് അംഗീകരിക്കാൻ പറ്റൂ. അതൊരു കോടതി നിയമം പറയുന്നതാ. കോടതി അതും അതിന്റെ അപ്പുറമൊക്കെ ചെയ്യില്ല, വേറെ വിഷയം. ഇത് പറഞ്ഞിട്ട് കണ്ടോ, നാണക്കേട്. എന്താണ് ഈ പറയുന്നത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികാവയവങ്ങൾ പരസ്പരം പ്രവേശിപ്പിക്കുന്നത് കാണാൻ 2 സാക്ഷികളെ നിർത്തണം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുഖം കരിവാരിത്തെ ചേർക്കും ഈ പുസ്തകം എന്ന് പറഞ്ഞിട്ട് പരസ്യമായി സഭയിൽ വെച്ച് അയാൾ അത് വലിച്ചെറിഞ്ഞു. യഥാർത്ഥത്തിൽ വിവരില്ല. എന്താണ് ഓരോന്നും അതാതിന്റെ കോടതിയിൽ, അതല്ല അതിന്റെ അപ്പുറവും ചിലപ്പോൾ പരീക്ഷിക്കേണ്ടി വരും. കാരണം കോടതി എന്ന് പറഞ്ഞാൽ നിയമകോടതിയാ. അതിന് ന്യായമാണ് പ്രധാനം. ഈ ന്യായത്തിന് ഓരോന്നിനും അതിൻ്റെതായ തൂക്കങ്ങളും കണക്കുകളും കോടതിക്കുണ്ട്. കോടതി അതനുസരിച്ചാണ് വിധി പറയാം. അതറിയാത്ത ഇയാൾ MBBS പഠിച്ചു എന്നല്ലാതെ ഇസ്ലാമിന്റെ അലിഫ് ബ പഠിക്കാത്ത ഈ ജാഹില് ദീനീ ദഅവത്ത് നടത്തിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാവുന്ന ഫത്ഹുൽ മുഈൻ ഈ ജാഹിൽ പരസ്യമായിട്ട് നിന്ദിച്ചുകൊണ്ട് വലിച്ചെറിയുന്നു. മുർത്തദാവുന്ന കാര്യമാണ്, യാതൊരു സംശയമില്ല. അത് പിന്നെ അതിന് മറുപടി പറഞ്ഞ അയാളായി വഷളായി, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ ഫത്വ, ഒരു കിതാബ് ഒന്നിച്ചു വേണ്ട, ഒരു ഫത്വയെ തന്നെ വലിച്ചെറിഞ്ഞു. എങ്ങനെ ഷറഈന്റെ ആ നിയമത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമിന് പുറത്തുപോയി കാഫറാവും. ഇനി മറ്റൊന്ന്, വഖൗലിഹി ബിസ്തിഹ്സാഇൻ, പരിഹാസത്തോടുകൂടി ഒരു മനുഷ്യൻ പറയുന്നു. എന്താ പറഞ്ഞത്? മാ അസബതു ഖൈറൻ മുൻദു സല്ലൈതു, ഇതുവരെ നിസ്കരിച്ചിട്ട് ഒരു ഗുണമൊന്നും കിട്ടിയിട്ടില്ല. നിസ്കരിക്കാതൊക്കെ ഒരാളോട് എന്താ നിസ്കരിക്കാത്തത്? ഇങ്ങനൊന്നും ആയാ പോരല്ലോ, കുറെ ആയിപ്പോ ഇതുവരെ നിസ്കരിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പരിഹാസപൂർവം പറഞ്ഞാൽ ആ ഒറ്റ വാക്കുകൊണ്ട് അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി കാഫറാവും. വഖൗലിഹി, ഒരു ചങ്ങായി പറയുന്ന ബിതുലിൽ മറളി, ദീർഘകാലം രോഗമായിട്ട് കിടന്നിട്ട് സഹിക്കാൻ കഴിയാതായപ്പോ ഒരു ചങ്ങാതി അങ്ങോട്ട് പറയാ. എന്താ പറഞ്ഞത്? കവഫനി മുസ്ലിമൻ ഔ കാഫിറൻ ഇൻ ശിഅത, പടച്ചോനെ മുസ്ലിം ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാഫറായിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയെങ്കിലും വേണ്ടില്ല ഇതിനെ മരിപ്പിച്ചെന്നാ മതി. മുസ്ലിമായിട്ടോ കാഫറായിട്ടോ വേണ്ടില്ല, നീ എന്നെ എങ്ങനെയും മരിപ്പിച്ചെന്നാ മതി. അപ്പൊ തന്നെ കാഫറാവുന്ന. അള്ളാഹു തആല കാക്കട്ടെ. മറ്റൊന്ന്, വലിയ അല്ലാഹു ബികുഫ്രിൻ, ഒരാള് മറ്റൊരാളുടെ കുഫ്രിയത്തിനെ തൃപ്തിപ്പെടുക, അതുകൊണ്ട് ഇയാൾ കാഫറാവും. ഏതുപോലെ? ഉദാഹരണം, കഖൗലിഹി, ഒരു വ്യക്തി പറയുന്നത് പോലെ. ഇതും നമ്മൾ പലരും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ലിമൻ തലബ മിൻഹു, ഒരാളോട് ഒരു അമുസ്ലിമായ മനുഷ്യൻ ആവശ്യപ്പെടുന്നു തൽഖീന കലിമത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തിരുവചനം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതിപ്പോ മുസ്ലിയാരാണെന്നില്ല, ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെ അടുത്തും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ആ മുസ്ലിമാ. അദ്ദേഹം പറഞ്ഞു,
സുഹൃത്തെ, എനിക്ക് മുസ്ലിം ആവണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇസ്ലാം ആകാൻ വേണ്ടതായ കെലിമ ചൊല്ലിത്തരണം എന്ന് പറഞ്ഞു. കെലിമ ചൊല്ലിത്തരണം എന്ന് പറഞ്ഞ ആളോട് എന്താ പറഞ്ഞത്? എനിക്കതിന് പറ്റൂല എന്നല്ല പറഞ്ഞത്. ഞാനൊരു അത്യാവശ്യ ജോലിയുടെ ആളാക്കി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അപ്പ കാഫറാവും ഇയാൾ. എന്തുകൊണ്ട്? ഇവന്റെ ഈ അത്യാവശ്യ ജോലി കഴിയുന്നത് വരെ മറ്റേ മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന് എന്താ തെളിവ്? ഇല്ല. ഇപ്പോൾ മുസ്ലിം ആവണമെന്ന ആഗ്രഹം ജനിച്ച മനുഷ്യന് ഇപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത അയാൾ മുസ്ലിമാവും. അടുത്ത നിമിഷം അയാളുടെ മനസ്സ് ഏത് ജൈഗിരിയിലേക്ക് നീങ്ങുന്നു നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ കുറച്ചു സമയം കഴിയട്ടെ, ഞാനിപ്പോൾ അത്യാവശ്യ ജോലിയിലാണ്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യൻ കാഫറായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിമായ മനുഷ്യൻ അത് മുഖേന കാഫറാകും. ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ, വാക്കുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മുർത്തദായി പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് സംബന്ധമായി വിശദമായി തന്നെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമല്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ തുടർന്ന് ഓതാനുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ശിക്ഷകളും അതിന്റെ നിയമവ്യവസ്ഥകളുമാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഓതാം. ഇന്ന് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അരമണിക്കൂർ സമയം അത്യാവശ്യപ്പെട്ട ഇന്നലത്തേക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൂട്ടി ചോദിക്കുന്ന ചോദ്യമാക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നിർത്തുകയും ചെയ്യും. ഒരാൾ കോടതിയിൽ ആരാച്ചാര് കോടതി ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ ശിക്ഷ നടപ്പിലാക്കേണ്ട ആരാച്ചാരിന്റെ വാപ്പയായിരുന്നു അയാള്. ആ വാപ്പാക്ക് ഇയാള് ആരാച്ചാർ എന്ന നിലക്ക് കൊന്നാല് അയാൾക്ക് വാപ്പാന്റെ സ്വത്ത് കിട്ടുമോ എന്നൊക്കെ പറയുന്ന സാങ്കല്പിക ചോദ്യങ്ങൾ, അതിനൊക്കെ മറുപടി ഇല്ലായല്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. കൂടാതെ കഴിയാത്ത അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സമയം കഷ്ടിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. പിന്നീട് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ വീണ്ടും കാണാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വസിയത്തോടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, നേരത്തെ നമ്മുടെ ഖുർആൻ പോലെയുള്ളത് ചീത്ത സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കുഫ്രിയത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഇത് കേടുവന്നതുമായിട്ടും ഉപയോഗിക്കാൻ പറ്റാതെ ബൈൻഡിങ് ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞതുമായിട്ടുള്ള ഇങ്ങനെയുള്ള കിതാബുകളായാലും അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടതായിട്ടുള്ള നമ്മുടെ മാസികകളായാലും ഒക്കെ, മാസികകൾ പൊതുവെ നമ്മൾ തൂക്കി വിക്കലാണ് പൊതുവെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ ഏതായാലും തൂക്കി വെക്കാറില്ല, നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണ് ഇതിനെ കേടുവന്നതൊക്കെ. അപ്പൊ അത് എങ്ങനെയാണ് ഏറ്റവും നല്ല കോലത്തിൽ അങ്ങനെ, അതായത് നമ്മളെ എന്തായാലും ഇപ്പൊ എടുത്തേക്കണേന് പരിചയമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്? കുറെ കാലം വെള്ളത്തിലിടുന്നൊക്കെ പറഞ്ഞു, വെള്ളത്തിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം വെള്ളമൊക്കെ ഇപ്പൊ എല്ലായിടത്തും കുറഞ്ഞ് കിണറ് കഴിഞ്ഞിട്ടാല് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം കേടുവരുന്നുള്ള അവസ്ഥയിലെത്തി. പിന്നെ എന്താണ് ഇതിനുള്ള മാർഗം? പുഴയിൽ ഒഴുക്കലാണോ, എന്താണ് അതിന്റെ മാർഗം എന്നുള്ളതൊന്ന് പറഞ്ഞു തന്ന തിരക്കല്ലേ. അലൈക്കും സലാം. ഒരു കാരണവശാലും തൂക്കി വെക്കാൻ പാടില്ല, കടുത്ത ഹറാമാ. തൂക്കി വെക്കാൻ പാടില്ല. മറിച്ച് സൂക്ഷിച്ച അതിനൊരു കണക്കൂല്ലേ. സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ വെള്ളത്തിൽ ഒഴിക്കാൻ പാടില്ല, അതും അതുപോലെ ഹറാമാണ്. കാരണം എന്താ, ഒഴുക്കിയാൽ അത് ഒഴുകി ഇങ്ങനെ വന്നിട്ട് എവിടെയെങ്കിലും കരക്കടിഞ്ഞ് മാലിന്യങ്ങളിലും അതുപോലെ തന്നെ കാലടിയിലും ഒക്കെ വരാനും നിന്ദിക്കപ്പെടാനും കാരണമാവും. മറിച്ച് വെള്ളത്തിൽ കെട്ടിത്താത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് തീയിട്ട് കരിച്ചിട്ട് ആ കരിച്ച വെണ്ണീർ ഒരുപക്ഷെ വെള്ളത്തിൽ കലക്കുകയോ അതല്ലെങ്കിൽ നജസില്ലാത്ത സ്ഥലത്ത് മണ്ണിനടിയിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മറ്റേ ഏറ്റവും നല്ലത് ഒലിച്ചു പോകാത്ത കിണറ്, കുളം പോലെയുള്ളതിൽ കെട്ടിത്താഴ്ത്തലായിരുന്നു നല്ലത്. ഇവിടങ്ങളിൽ സൗകര്യത്തിന് പള്ളികളിൽ ഇതുമായി അനുബന്ധിച്ച് ഖുർആന്
അതുപോലെ ശറഈയായ ഉലൂമുകളിൽ എഴുതപ്പെട്ട കിതാബുകൾ എന്നിവക്ക് പ്രത്യേകമായി ഒരു ബോക്സ് നിക്ഷേപിക്കുകയും ആ ബോക്സിൽ അത് കൊണ്ടുപോയി ഇടുകയും ചെയ്താൽ അത് പ്രത്യേകമായി ശേഖരിച്ച് ഒരു മെഷീനിലിട്ട് അരച്ച് കളയുന്നുണ്ട്. അത് വളരെ നല്ലതാ. പറഞ്ഞേക്ക് അത് നിന്ദിക്കപ്പെടാതെയും മാലിന്യങ്ങളിലും അഴുക്കുകളിലും ഒന്നും പോകാതിരിക്കാനും പറ്റുന്നതാണ്. അതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ഇവിടെ തന്നെ എല്ലാ പള്ളിയിലും അതില്ല. ചില പള്ളികളിൽ അതിന് പ്രത്യേകമായ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഇടേണ്ടത് എന്ന് പ്രത്യേകം ബോർഡും ഉണ്ടാവും. ഖുർആന്, ഇൽമിന്റെ കിതാബുകൾ പോലത്തെ ഒക്കെ ഉപയോഗശൂന്യമായി കേടുവന്നാൽ എന്നാൽ അത് അവർ ചെയ്യുക. അതിന് ഒരു പ്രത്യേക മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഇട്ടല്ല അരച്ച് കളയും. അപ്പൊ പിന്നെ അതിൽ അക്ഷരവും ഉണ്ടാവില്ല, പുസ്തകവും ഉണ്ടാവില്ല, ഒന്നുമില്ല. ആ കോലത്തിലാക്കുക. ആ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നജസ്സില്ലാത്ത ശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് കരിച്ചിട്ട് പറ്റുമെങ്കിൽ വെള്ളമുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കലക്കിയാൽ മതി. അതിന് സൗകര്യപ്പെടൂലെങ്കിൽ നജസ്സിലും അവിടെ എവിടെയും പോയി വീഴാതെക്കാൻ വേണ്ടിയിട്ട് മണ്ണിലോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് വെള്ളത്തിൽ കലക്കിയോ ഒക്കെ കളയാം. ആരും മൈക്കെടുക്കാത്ത ആരും ഇങ്ങനെ അമ്പരന്ന് തുരക്ക. ഞാൻ ടൈപ്പ് ചെയ്ത് ചോദിച്ചു പറഞ്ഞു, സുന്നി വോയിസ് പോലത്തതൊക്കെ ഇതേ അവസ്ഥ തന്നെ ചെയ്യേണ്ടതാണോ അതോ തൂക്കി വെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ കിടില്ല. അടുത്ത ആളുകളാരും മൈക്കെടുത്തോളൂ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ചങ്ങായി, എവിടെ ഈ പറയുമ്പോ എവിടെ ഒത്തിരിക്കട്ടെ. ഈ മുഖാമുഖത്തിൽ വഹാബികൾ ചോദ്യം ചോദിക്കും പോലെ മുഖാമുഖത്തിലെ വഹാബികൾ ചോദ്യം ചോദിച്ചാല് ചോദിക്കുമ്പോഴേ ഒരു അടുത്ത ചോദ്യം പഠിക്കുകയാണ് ഈ കാര്യം. പിന്നെ ഉത്തരം പറയുമ്പോ ശറഈയായ ഇൽമ എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞ പെട്ടിലെ സുന്നി വോയിസും സുന്നത്തും അതുപോലെ റിസാലിയും ഒക്കെ ശറഈയായ ഇൽമല്ലാതെ എന്തായാലും ഇതിന് ഒക്കെ ഫുള്ളായിട്ട് ശറഈയായ ഇൽമുകളായിരുന്നു. അതൊന്നും തൂക്കി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണല്ലോ ഉത്തരം തുടങ്ങി തന്നെ. പിന്നെ ടൈപ്പ് ചെയ്ത് ചോദിക്കണ്ടല്ലോ. നേരത്തെ തൊള്ളയോട് ചോദിച്ചാൽ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്, അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. തുടക്കം തന്നെ മറുപടിയാണ്. അപ്പൊ പറയുന്നത് കേൾക്കല്ല, വേറെ എന്തെല്ലോ ചിന്തിച്ചു കൊടുത്തിരിക്കാണ്. ശറഈയായ ഇൽമ എഴുതപ്പെട്ട ഏതും അതിന്റെ പേര് സുന്നി വോയിസ് എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. റിസാല തുടങ്ങി സുന്നത്ത്, സുന്നി വോയിസ് തുടങ്ങിയ ദീനിയായ എഴുത്തുകളുള്ള പുസ്തകങ്ങളാവട്ടെ, വീക്കിലികളാവട്ടെ, മാസികകളാവട്ടെ, ദിനപത്രങ്ങളാവട്ടെ, ശറഈയായ ഉലൂമുകൾ എഴുതാൻ മാത്രം ഉപയോഗിക്കുന്ന അത്തരം പുസ്തകം തൂക്കി വെക്കാൻ പാടില്ല, ഹറാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിം സഹോദരന്റെ കൂടെ ജീവിച്ചു. അതിൽ കുട്ടികൾ ഉണ്ടായി. അവസാനം ആ അമുസ്ലിമായ സുഹൃത്ത് ആ സ്ത്രീയെ ഉപേക്ഷിച്ചു. എന്നാൽ ആ സ്ത്രീക്ക് തിരിച്ച് പഴയ ഭാഗത്തേക്ക് വരേണ്ടതായ അതിന് വല്ല മസാലകൾ ഉണ്ടോ അല്ലേ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ഇസ്ലാമിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുക. മനസ്സിലായില്ലേ? മുർത്തദ്ദായി പോയിട്ടാണെന്ന് എങ്കിൽ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരികയും അതിന്റെ പുറമെ എത്ര കാലം അങ്ങനെ ജീവിച്ചോ ആ കാലത്തൊക്കെയുള്ള നിസ്കാരം, നോമ്പാദി അമലുകളൊക്കെ കളാവ് കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുള്ള നിബന്ധനകളൊക്കെ പാലിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നതിനെന്താ? ഇവള് മുസ്ലിമായിക്കൊണ്ട് തന്നെ കാഫറിന്റെ കൂടെ ജീവിച്ചതാണെങ്കിൽ അത് വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു വൻദോഷമാണ്. അതിന് തൗബ ചെയ്യണം. അതിന്റെ നിബന്ധന അനുസരിച്ച് തൗബ ചെയ്യണം. മടങ്ങി വരാൻ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കുറ്റവും ഇസ്ലാമിലില്ല. എത്ര വലിയ കുറ്റം ചെയ്ത ആളാണെങ്കിലും
ദുന്യാവിൽ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് സ്വബോധത്തോടു കൂടി വന്നുപോയ തെറ്റിനെ തൊട്ട് പാശ്ചാത്താപിച്ച് മടങ്ങി മുർത്തതായി പോയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വന്ന്, അല്ലാത്ത കുറ്റങ്ങളാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങി വന്ന് നല്ലതായി ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്തതായിട്ട് ഒരു കുറ്റവുമില്ല. ആ ആളുകളോട് വിജന പ്രദേശത്തിനുണ്ട് ഒച്ചയില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ, ഒന്നും കേട്ടിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. ഉസ്താദെ, പിന്നെ ഈ തബറുക്കിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പെടോ? കഫറാറുന്നതിൽ പെടോ? തബറുക്കിന് ഇപ്പൊ അതിൽ വലിയ ബർക്കത്തൊന്നുമില്ല ഇപ്പം ഒരു കാര്യത്തിൽ ഇപ്പൊ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ പെടോ ഇത്? അസ്സലാം. അതൊരു അവ്യക്തമായൊരു വിഷയമാണല്ലോ റോയിസെ. തബറുക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്തെടുക്കുകയാണ്. എന്തിന്റെ ഏതിലെ എന്നൊക്കെ ഉണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ വരണം അവിടെ. ഒന്ന്, ഇജ്മാഅ് കൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ഐക്യകണ്ഠേന അംഗീകരിച്ചതും ദീനിൽ സുവ്യക്തമായി അറിയപ്പെടുക എന്ന് പറയുന്നതിന്റെ പരിധി പറയാ. വിവരമുള്ളവരെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പൊതുവായ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു കാര്യത്തെ നിഷേധിക്കുമ്പോഴാണ് കുഫ്രിയത്ത് വരിക. തബറുക്ക് എന്നൊന്ന് തീരെയില്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം വരും. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെതാവുമ്പം ആ വകുപ്പിൽ അത് വന്നോളണമെന്നില്ല. കാരണം ഇജ്മാഉം വേണം, സുവ്യക്തമായിട്ട് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യവും കൂടി ആവുമ്പോഴേ എന്തു വരുള്ളൂ? അസ്ബാബുൽ രിദ്ദത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന് പുറത്തു പോകുന്ന അവസ്ഥ വരികയുള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പൊ ഈ ഇതിൽ തന്നെ രണ്ടു കാര്യമുണ്ടല്ലോ. അപ്പൊ ഈ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ, അപ്പൊ ദിക്റിന് ഇവർ നിഷേധിക്കുന്നുണ്ടല്ലോ, ചില കൂട്ടർ നിഷേധിക്കുന്നുണ്ട്, വഹാബി പോലുള്ളവരൊക്കെ ദിക്റിനെ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ അത് പൊതുവെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇല്ല, അത് റോയിസ് മനസ്സിലാക്കിയോ തെറ്റാ. സംഗതി ചെയ്യൂല എന്നത് വേറെ വിഷയം. നിസ്കാരാനന്തരം ദിക്റും ദുആവും ഇല്ല എന്നോ അത് തെറ്റാണെന്നോ ചെയ്യാൻ പാടില്ലെന്നോ വഹാബി മൗദൂദിയാദികൾ ആരും വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറയുന്നുമില്ല. ചെയ്യുന്നുണ്ട് വേറെ വിഷയം. മറിച്ച് അവര് പറയുന്നത് നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥനയില്ല എന്നാണ്. അത്രയേ ഉള്ളൂ. നിസ്കരിച്ചതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റുകള്, സുബ്ഹാനല്ലാഹ് തുടങ്ങി 100 ദിക്റുകള് തുടങ്ങിയ ദിക്റുകളൊക്കെ സുന്നത്തുണ്ട് എന്ന് അവരും നമ്മളെ പോലെ പറയുന്നുണ്ട്. പക്ഷെ പ്രായോഗിക രൂപം അവർക്ക് അറിയില്ല. അതുകൊണ്ട് അത് ജനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അത് സുന്നത്തില്ല എന്നവരാരും പറയുന്നില്ല. ദ്വാരക്കണ്ടെന്നും പറയുന്നില്ല. ദ്വാരക്കലില്ല എന്നുള്ളത് വേറെ വിഷയം. ദ്വാരക്കണ്ടെന്നും പറയുന്നില്ല. പറയുന്നത് എന്താന്ന് വെച്ചാല് ജമാഅത്ത് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് ദുആ ചെയ്യുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യുക എന്ന് പറയുന്ന കൂട്ടുപ്രാർത്ഥനയുടെ രീതി ശരിയല്ല എന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ട് കുഫ്രിയത്തൊന്നും വരൂല. അവർക്കൊരു സുന്നത്ത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്നോ അതല്ലെങ്കിൽ ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുകയാണെന്നോ പറയാൻ നിവൃത്തിയില്ല. അതേസമയത്ത് നിസ്കാരാനന്തരമുള്ള ദ്വാനെ അടച്ചെതിർക്കുകയാണെങ്കിൽ, അതെങ്കിൽ നിസ്കാരാനന്തരമുള്ള ദിക്റുകളെ അടച്ചെതിർക്കുകയാണെങ്കിൽ അത് ഈ പ്രശ്നം വരും. അങ്ങനെ അവർ ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കണം. അവരൊരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് എന്നൊക്കെ സത്യം തന്നെ. എന്നാലും നിസ്കരിച്ചതിന് ശേഷം ദിക്റെല്ലാം പാടില്ല എന്നോ ദ്വാരക്കാൻ പാടില്ല എന്നോ പൊതുവായ പറച്ചിലല്ല പറയുന്നത്.
നിസ്കരിച്ചതിന് ശേഷം ഇമാമ് ദുആ ചെയ്യുകയും മൗമൂമിങ്ങൾ ആമീൻ പറയുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പുണ്യകരമായ ഒരു രീതിയുണ്ട്. ആ രീതി ശരിയല്ല. അതുകൊണ്ട് തന്നെ അവരോട് അത് നിലനിർത്താൻ കഴിയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നിസ്കാരാനന്തരമുള്ള ദിക്റും ദുആവും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് ഓരോരുത്തർ സ്വന്തം ചെയ്താൽ പറ്റൂല എന്നുള്ള അഭിപ്രായം സുന്നിയത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേ ആ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിലനിർത്താനുള്ള ഒരു വഴി, നിസ്കരിച്ചെടുത്ത് ഇമാമ് തിരിഞ്ഞിരിക്കുക, മൗമൂമിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക, എന്നിട്ട് ഇമാമ് നേതൃത്വം കൊടുക്കുക, മൗമൂമിങ്ങൾ തുടർന്ന് ചെല്ലുക, ഇമാമ് ദുആ ചെയ്യുക, മൗമൂമിങ്ങൾ ആമീൻ ചൊല്ലുക. ഈ രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു മാഷുണ്ട്, മോസമാഷ് എന്നായുള്ള പറയാം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, കുറച്ച് പ്രായമായിരുന്നു, പെൻഷനൊക്കെ ആയിരുന്നു മാത്രം. അദ്ദേഹം ഓറിയന്റൽ സ്കൂളിൽ നിന്നിട്ട് പാസ്സായ മനുഷ്യനാണ്. എല്ലാ അർത്ഥത്തിലും വഹാബി ആവേണ്ടതാണ്. പക്ഷെ അയാൾ അന്നും ഇന്നും സുന്നിയാണ്. അദ്ദേഹം ഒരിക്കൽ തന്റെ അനുഭവം പറയുണ്ടായി. സുല്ലമിന്റെ പള്ളിയിൽ ജുമാക്ക് കൂടി. അന്നത്തെ ഖുത്ബ മുഖ്യമായ പ്രഭാഷണം, നിസ്കരിച്ചു കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ വിട്ട് ഓടുന്നത് പോലെ ഓടരുത്, ദിക്ർ ചെല്ലണം, ദുആ ചെയ്യണം. വളരെ പുണ്യപ്പെട്ട ദിക്റുകളാണ്, വളരെ പ്രധാനമാണ് ആ ഫർദസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് അന്നത്തെ ഖുത്ബ മുഴുവനും നിസ്കാരാനന്തരമുള്ള ദിക്റിന്റെയും ദുആഇന്റെയും മഹത്വങ്ങൾ പറയുന്നു. കൂട്ടത്ത് പറഞ്ഞു ഖുറാഫികൾ ചെയ്യുന്നത് പോലെ ഇമാമ് ചൊല്ലിക്കൊടുക്കുക, മൗമൂമിങ്ങൾ ആമീൻ പറയാ എന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. അതുകൊണ്ട് എല്ലാവരും ദിക്റും ദുആ ഒക്കെ ചെയ്ത് പോകാവൂ എന്നൊക്കെ പറഞ്ഞ് 3/4 മണിക്കൂർ സമയം നല്ല തട്ടു തകർപ്പന്റെ ഒരു പ്രസംഗമാണ് അന്നത്തെ ഖുത്ബ. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിസ്കാരം ഇമാമി ഇടത്തോട്ട് സലാം വീട്ടിയ പരമാർത്ഥം ആളുകൾ ആ സിനിമാ തിയേറ്റർ വിട്ടേക്ക് തന്നെ ഒന്നായിട്ട് ഇറങ്ങിയാണ് പോയി. അതോ 1 2 വയസ്സന്മാരവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി ആരും ഇരുന്നില്ല. ഇത് അദ്ദേഹം നേരിൽ കണ്ട ഒരു അനുഭവം പറഞ്ഞതാ. ഇത് തന്നെയാണ് സത്യം. അതായത് നിസ്കരിച്ചതിന് ശേഷം ദ്വാരക്കണം, ദിക്ർ ചെല്ലണം എന്നതിൽ ആർക്കും തർക്കമില്ല. അതിലൊരു നിളാമ്, ഒരു നടപടിക്രമം അത് മുൻഗാമികളായ മഹത്തുക്കൾ കാണിച്ചു തന്നതാണ്. ഇമാം അവിടെ തിരിഞ്ഞിരിക്കുക, അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മാതൃക കാണിച്ചു തന്നതാണ്. ഇമാം അവിടെ തിരിഞ്ഞിരിക്കുക, എന്നിട്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുക, മൗമൂമിങ്ങൾ ഏറ്റുചൊല്ലുക, ഇമാം ദുആ ചെയ്യുക, മൗമൂമിങ്ങൾ ആമീൻ പറയുക. അപ്പൊ വളരെ പ്രധാനപ്പെട്ട നിസ്കാരാനന്തരമുള്ള ദിക്റും ദുആവും നിലനിൽക്കും. അതില്ലാതെ അതൊന്നും വേണ്ട, അതൊക്കെ പേവാണ്, അവനാൻ ഓരോരുത്തർ ചെയ്തോളി എന്ന് പറഞ്ഞാലോ പറഞ്ഞോനും എഴുന്നേറ്റു പോവും, കേട്ടോനും എഴുന്നേറ്റു പോവും. അതാണ്, അല്ലാതെ പാടില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളതായി എവിടെയും കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ നേരത്തെ കൈവക്കിയിരുന്നാണ്, ഇങ്ങനെ പോയതാണ് ഉസ്താദ്. ഞാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല, അതായത് പൊതുവായൊരു ചോദ്യം ചോദിക്കാനാണ്. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ ഉസ്താദ്മാർ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. പക്ഷെ അതോടൊപ്പം നമ്മൾ ആമീൻ ടൈപ്പ് ചെയ്യും കൂടി ചെയ്യും. അപ്പം അത് ദുആയുടെ ഹുർമത്തിനെ ബാധിക്കുമോ, അത് നമ്മൾ ടൈപ്പ് ചെയ്യാതെ കൈ ഉയർത്തി ആമീൻ പറയാനോ വേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞു നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ആമീൻ പറയൽ ഏതായാലും വേണം, അതാണ് മുഖ്യം. എന്നാൽ ഈ ദുആയിൽ നമ്മുടെ ക്ലാസ് റൂമിന് തന്നെയുള്ള ഒരു പ്രത്യേകത, നേരം പോക്ക്, കളിതമാശ, അനാവശ്യങ്ങൾ പോലത്തതൊന്നും നമ്മുടെ ക്ലാസ് റൂമിൽ അലോഡല്ല. അതുകൊണ്ടാണല്ലോ വല്ല ഐക്കണുകൾ വരെ കാണുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോ നല്ലത് മാത്രം ചെയ്യാൻ അനുവദിക്കപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ദുആ ചെയ്യുമ്പോൾ ആമീൻ ടൈപ്പ് ചെയ്യുക എന്നത്. അത് നാം വാക്കിൽ ആമീൻ പറയലോട് കൂടി ടൈപ്പ് ചെയ്യുന്നത് തെറ്റല്ല, നല്ല കാര്യമാണ്. എന്നാൽ അത് മാത്രം പോരാ, നമ്മൾ നാവുകൊണ്ട് ആമീൻ പറയുകയും വേണം. ആമീൻ നാവുകൊണ്ട് പറയുന്നതോടുകൂടെ ടൈപ്പ് ചെയ്താൽ കൂട്ടത്തിൽ നന്നായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമായി എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റേ ഈ ജാതി ഉണ്ടല്ലോ, ഈ ബുദ്ധിയില്ലാത്ത ചില ആളുകൾ ഈ കാണിക്കുന്ന വിഡ്ഢിത്തരം, അത് നമ്മൾ അനുവദനീയമല്ല. അത് ഇൽമിന്റെ മജ്‌ലിസിനെ പരിഹസിക്കലാണ് എന്ന് മാത്രം.
അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നു വിചാരിക്കുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദെ, സലാം വീട്ടിയതിന്റെ ശേഷം തല തടകൽ സാധാരണ കാണലുണ്ട്. തല തടകി മുത്തല്, അത് തലതടകലാണോ അല്ല നെറ്റി തടകലാണോ എന്നുള്ളത്, അത് സുന്നത്തുണ്ടോ എന്നുള്ളതാണ് ഉസ്താദിന്റെ ചോദ്യം. ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തലയല്ല, നെറ്റിയാണ് തടകേണ്ടത്. നെറ്റി തടകലാണ്, അത് സുന്നത്തുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്കാറിൽ പറഞ്ഞതായി കാണാം, ഹദീസിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. തന്നെയല്ല, ആ സമയത്ത് പ്രത്യേകം ചെല്ലേണ്ടതായ ഒരു ദിക്റുണ്ട്. ആ ദിക്റും ചൊല്ലി സുജൂദിന്റെ സ്ഥലമാവുന്ന, മുഖ്യ സ്ഥലമാവുന്ന നെറ്റി തടവി അത് മുത്തുക. അത് ബഹുമാനാണ്. സുജൂദിനെ ബഹുമാനിക്കുക എന്ന നിലക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനുർ റഹീം അല്ലാഹുമ്മ അദ്ഹിബ് അന്നൽ ഹസന അമ്മ വൽ ഹസൻ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നെറ്റി തടവി ആ കൈ ചുംബിക്കലും ഈ ദിക്ർ ചൊല്ലലും സുന്നത്താണ്. തലയല്ല തടവേണ്ടത്. സുജൂദിന്റെ മുഖ്യസ്ഥാനമാവുന്ന നെറ്റി തടവി കൈ ചുംബിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉണർത്തിയതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു ഇസ്തിയാസിന്റെ ചോദ്യമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വഹാബികൾ ചില ആൾക്കാർ അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹു ഇരിക്കുന്നവനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതാ ഈ വിഷയത്തിൽ ചോദിക്കാൻ പറ്റുമല്ലോ. പിന്നെ അയാൾ ഈ സമയത്ത് വരുന്നോണ്ട് രാത്രി ഉണ്ടാവുന്നില്ല കാര്യം, അങ്ങനെ അറിയാൻ വേണ്ടിക്കാണ്. ഇൻഷാ അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇതിൽ പെടുവോ എന്ന് ചോദിക്കാം. മുജസ്സിമത്ത് എന്നാണ് അതിന് പറയാ. അള്ളാഹ്, അതെ നമ്മൾ വിശദീകരിക്കാതെ ചുരുക്കിയാണ് നമ്മൾ കിതാബിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് വരുന്ന കുഫ്രിയത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന കുഫ്രിയത്തുകൾ എന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട അള്ളാഹുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുഫ്രിയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിസ്മാണ് എന്ന്. അള്ളാഹു തആല ജിസ്മാണ്. അള്ളാഹു തആലാക്ക് തടിയുണ്ട്, കൈയുണ്ട്, കാലുണ്ട് തുടങ്ങിയ അള്ളാഹു തആലാക്ക് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്നത് കുഫ്രിയത്തിൽപ്പെട്ടതാവുന്നു, മുർത്തദായി പോകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. വ്യാഖ്യാനമില്ലാതെ പറയുമ്പോൾ മുർത്തദാവും. വ്യാഖ്യാനത്തോടു കൂടിയാണെങ്കിൽ ബിദഅത്താണ്. അതാണല്ലോ പണ്ട് ഇവരെ അൽമനാറ് തന്നെ പറഞ്ഞ കാര്യമാണത്. ബിദഅത്ത് രണ്ട് ജാതി, ഒന്ന് കുഫ്രിയത്ത് വരുന്ന ബിദഅത്ത്, മറ്റൊന്ന് കുഫ്രിയത്ത് വരാത്ത ബിദഅത്ത് എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ടത് അല്ലാഹു തആലാക്ക് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ വാദിക്കുന്നത് കുഫ്രിയത്ത് വരുന്ന ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ വരുന്ന കുഫ്രിയത്താണ് എന്നർത്ഥം. അതിന് ഒരു പുകമറാന്നുള്ള അയാൾക്ക് പറയാം, അല്ലാഹു തആലാക്ക് കൈയുണ്ട്, നമ്മളെ കയ്യോലല്ല. അല്ലാഹു തആലാക്ക് കാലുണ്ട്, നമ്മളെ കാലുപോലെയല്ല. അല്ലാഹു തആലാക്ക് ശരീരമുണ്ട്, നമ്മളെ ശരീരം പോലെയല്ല. അതുകൊണ്ട് രക്ഷപ്പെടുന്നില്ല. അതിപ്പോ പൂച്ചന്റെ കാര്യം നമ്മളെ കാലുപോലെയല്ലല്ലോ. മനസ്സിലായി? അതുപോലെ തന്നെ കോഴിന്റെ കാര്യം നമ്മളെ കാലുപോലെയല്ലല്ലോ. നാക്കാലിയുടെ ശരീരം നമ്മളെ ശരീരം പോലെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുകയാണ്. ഏതായാലും അവര് തന്നെ മുമ്പ് പറഞ്ഞിരുന്നത് അത് കുഫ്രിയത്തിൽ വരും. അതുകൊണ്ട് ബിദഅത്ത് രണ്ട് തരാണ്. ഒന്ന് കുഫ്രിയത്ത് വരുന്ന ബിദഅത്ത് എന്ന് പറഞ്ഞതിൽപ്പെട്ടാണ് അല്ലാഹു തആലാക്ക് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ വിശ്വസിക്കൽ. അതുകൊണ്ട് കാഫിറായി പോകും, മുർത്തദായി പോകും. അസ്സലാമു അലൈക്കും.
സുജൂദിൽ മഖ്ലൂക്ക് ഞാൻ വിശദീകരിച്ചറിയില്ല. ഞാനൊന്ന് DC ആയി. ഒരു അമ്പലത്തിൽ പോയി ബിംബത്തിന് ഒരാൾ സുജൂദ് ചെയ്തു. അയാളുടെ വിശ്വാസമാണ് ഈ ബിംബം ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കില്ല എന്ന് അയാൾ വിശ്വസിക്കുന്നു. അയാൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നിന്ന് മതിമറന്നിട്ടല്ല അത് ചെയ്യുന്നത്. എന്നാൽ അയാളെ എന്തായിട്ട് വിധിക്കുമെന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അവിടെ കാഫറായിട്ട് വിധിക്കുന്നതാണ് ഉത്തരം. മനസ്സിലായില്ലേ? മുർത്തദ്ദാവും. വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്കും കൂടി വരും. വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുഫർ വരും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാഫിറാവുന്നത് ശിർക്ക് വിശ്വാസം കൊണ്ട് വരാം, ശിർക്ക് അല്ലാത്ത വിശ്വാസം കൊണ്ടും വരാം. മനസ്സിലായില്ലേ? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിയ്യത്ത് കൊണ്ടും കാഫറാവും എന്ന് പറഞ്ഞല്ലോ. അള്ളല്ലാത്തൊരു വസ്തു ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ വിശ്വാസം കൊണ്ട് കാഫറാവും. അള്ളാഹു തആലക്ക് മാത്രം ചെയ്യേണ്ട ഇബാദത്തുകളിൽപ്പെട്ട സുജൂദ് അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെ ചെയ്താൽ അയാൾ പ്രവൃത്തി കൊണ്ട് കാഫറാവും. രണ്ടും കുഫ്രിയത്ത് തന്നെ. പക്ഷേ വിശ്വാസത്തോടു കൂടിയാവുമ്പോൾ ശിർക്കും കുഫറും വരും. വിശ്വാസമില്ല പ്രവൃത്തി മാത്രമാണെങ്കിൽ ശിർക്ക് എന്ന് പറയാൻ പറ്റൂല, എന്നാലും കുഫർ വരും. അസ്ബാബുൽ റിദ്ദത്തിൽപ്പെട്ടതാണ്. മുർത്തദ്ദാവുന്ന പ്രവൃത്തികളാണ്. വാക്കുകൊണ്ട് കാഫറാവുന്നത് പോലെ, വിശ്വാസം കൊണ്ട് കാഫറാവുന്നത് പോലെ പ്രവൃത്തി കൊണ്ടും കാഫറാവും. കാഫറാവുന്ന പ്രവൃത്തിയാണ് ഒരു സൃഷ്ടിക്ക് മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത്. പ്രവൃത്തി കൊണ്ട് കാഫറാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇപ്പോ നമ്മുടെ നാടുകളിൽ സ്ഥാപനമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കുറികൾ നടക്കുന്നുണ്ട്. അത് നറുക്ക് ആയിട്ടുള്ള കുറിയാണ് നടക്കുന്നത്. അത് ഇസ്ലാമികമായി ഇസ്ലാമികമായത് കൊണ്ടായിരിക്കും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അത് അവിടെ എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. അതെനിക്ക് വേറെ സംശയവുമായി ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ ഒരു കുറിയിൽ കൂടിയ വ്യക്തിക്ക് അതിന്റെ നിസാബ് എത്തുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? എങ്ങനെയാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ നന്നായി മനസ്സിലാക്കും. സ്ഥാപനങ്ങൾ കുറി വെക്കാറുണ്ട്, വ്യക്തികൾ കുറി വെക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. നറുക്ക് കിട്ടുന്നവർക്ക് അവർ വെച്ച കാശ്, ഒരു നറുക്കിന് എത്ര വെക്കണോ ആ കാശ് കൊടുക്കുന്നു. മുമ്പ് വെച്ചതിന്റെ പുറമെ ഉള്ളത് ബാക്കി അയാൾ വെച്ച് തീർക്കുന്നു. ഇത് സുന്നത്തായ കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ പറഞ്ഞത്. നറുക്കെടുത്തുകൊണ്ട് വെച്ച സംഖ്യ നറുക്ക് കിട്ടുന്ന ആളുകൾക്ക് ഓരോ മാസവും വീതിച്ചു കൊടുക്കുന്ന നാട്ടിൽ നടപ്പുള്ള നറുക്കെടുപ്പ് കുറി സുന്നത്തായ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ആ നിലക്ക് അത് ചെയ്യാവുന്നതാണ് എന്നല്ല, ചെയ്യുന്നത് പ്രോത്സാഹനാർഹമാണ്. ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ ഉപചോദ്യം അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ 2, 3 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന കുറികളുണ്ടാവും. അങ്ങനെ നാം കുറിയിൽ നികത്തിക്കൊണ്ടിരിക്കുന്ന കാശ് നിസാബ് തികഞ്ഞതിന് ശേഷം ഒരു കൊല്ലം പിന്നെയും കഴിഞ്ഞിട്ടും നമുക്കത് നറുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിസാബ് തികഞ്ഞ സംഖ്യ ഒരു കൊല്ലം നമ്മുടെ ഉടമയിൽ നിൽക്കുന്നതിന് നാം സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവും. പക്ഷെ കുറി തുടങ്ങിയോടം മുതൽക്കല്ല കള്ളം കണക്കാക്കേണ്ടത്. നാം നറുക്ക് വെച്ച് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക എന്നാണോ നമ്മുടെ ഉടമയിൽ വന്നത് എങ്കിൽ അത് തുടക്കമായി കണക്ക് കൂട്ടി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം തികയുമ്പോ അപ്പോഴും നമുക്ക് ആ നറുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിസാബ് തികഞ്ഞൊരു സംഖ്യ ഒരു കൊല്ലം നമ്മുടെ ഉടമയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അതിന്റെ സക്കാത്ത് നിർബന്ധമാവും. 2, 3 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന കുറികളിൽ അത് ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ്. കുറികളിൽ ഏറ്റവും നല്ല കുറി ഗൾഫിൽ ഞങ്ങൾ നടത്തുന്ന കുറികളാണ്. ഗൾഫിലെ കുറിക്കാരും
ഒരു കൊല്ലത്തിന്റെ മേലെ സാധാരണഗതിയിൽ കുറി വെക്കാറില്ല. പലരും 10 മാസമാണ് വെക്കുക. അത് വളരെ ഹൈറ. വേഗം കഴിയുന്നുള്ളത് മാത്രമല്ല, ഇത്തരം സക്കാത്തിന്റെ കെട്ടിക്കുടുങ്ങിയ നിയമങ്ങളൊന്നും അതിൽ വരില്ല. അതാണ് നല്ലത്. ഏതായാലും അങ്ങനെ വന്നാൽ അത് ശ്രദ്ധിക്കണം. നിസാബിന്റെ സംഖ്യ വെച്ച് എത്തിക്കഴിഞ്ഞ മാസം മുതൽക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ആ സംഖ്യയുടെ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അപ്പോൾ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ കുറി കിട്ടുമ്പോൾ അതുവരെയുള്ളത് കണക്കൂട്ടിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിർത്തുകയാണ്. ആളുകളൊക്കെ കൈയോക്കിപ്പോഴാ വരുന്നത്. സാധാരണ എങ്ങനെയാ ഉണ്ടായാല് 1 മണിക്കൂർ കൂടി സമയം, അല്ല 1/4 മണിക്കൂർ കൂടി സമയമൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ വേണ്ടത്ര അങ്ങോട്ട് റാഹത്തായിട്ടില്ല. തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ക്ഷീണം വരികയാണ്. അപ്പൊ അല്ലാഹു തആല ഒക്കെ ഖൈറാക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. തുടർന്ന് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിഷമൊന്നും കരുതണ്ട. ആളുകൾ അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിക്കാൻ വന്നവരായിരിക്കും. അവരെ നിരാശപ്പെടുത്തുകയല്ല. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്തെങ്കിൽ വീണ്ടും കാണാം. ഇങ്ങനെ ഒരു കുറച്ചൊരു ക്ഷീണം തോന്നിയത് കൊണ്ട് ഇപ്പൊ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാവും വേണ്ട, പറ്റ മുടക്കും വേണ്ട എന്നുള്ള എനിക്ക് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ലത് പഠിക്കാനും അത് ജീവിത